വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ആഗ്ര ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെയും അതുപോലെ അതിന് മുന്നുള്ള വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉത്തരാഖണ്ഡ് എക്സ്പ്ലോർ ചെയ്തതും റിവർ റാഫ്റ്റിങ്ങും രാജാജി നാഷണൽ പാർക്കും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ത്യ ഗേറ്റ് ആയിരുന്നു. ഇന്ത്യ ഗേറ്റൊക്കെ നമ്മൾ ഈവനിങ് കണ്ടതിന് ശേഷം നമ്മൾ ഡൽഹിയിൽ നമ്മൾ താമസിച്ച ഹോട്ടലിലേക്ക് വന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ യമുന എക്സ്പ്രസ് ഹൈവേ വഴി നമ്മൾ നേരെ ആഗ്രയിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. അത് കഴിഞ്ഞ് ആഗ്ര ഫോർട്ടിൻ്റെ അവിടെ വന്ന് നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടുള്ള എൻട്രി ടിക്കറ്റ് എടുക്കാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ടും ടൈം ഒരു ഉച്ചയ്ക്ക് മുന്നേ ഒരു 11 മണിയൊക്കെ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോടുകൂടിയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു എൻട്രി ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും അനുഭവപ്പെടില്ല. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് നടക്കുന്ന പാതയുടെ 2 സൈഡിലും വലിയ മതിലുകളാണ്. അതെന്തോ വെട്ടുകല്ല് പോലെ എന്തോ സാധനം ഉപയോഗിച്ചാണ് പണിതേക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചർ ആണ് നമ്മുടെ ഈ ആഗ്ര ഫോർട്ടിനുള്ളത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ കൂടി വരുന്നത് നമുക്ക് കാണാമായിരുന്നു. കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് കാണാൻ, അറിയാൻ, കേൾക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ആഗ്ര ഫോർട്ട്. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ആഗ്രയും. ആഗ്രയോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരുപാട് കോട്ടകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഇതിനെ ചെങ്കോട്ടയെന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മുഗൾ ചക്രവർത്തി ഹുമയൂണിനെ കിരീടമണിയിച്ചതൊക്കെ നമ്മുടെ ഈ കോട്ടയിൽ വെച്ചാണെന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക സെറ്റായിട്ട് നമ്മുടെ ഈ ആഗ്ര ഫോർട്ടിനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുഗൾ രാജവംശത്തിൻ്റെ കാലത്ത് അതിൻ്റെ പ്രാധാന്യം കാരണം ഇത് കൂടുതൽ പ്രശസ്തമായ സഹോദരി സ്മാരകമായ താജ്മഹലുമായിട്ട് വളരെ അടുത്താണ്. ഏകദേശം 2-2.5 കിലോമീറ്ററാണ് നമ്മുടെ ഈ ആഗ്ര ഫോർട്ടും താജ്മഹലും തമ്മിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഗ്ര ഫോർട്ടിൻ്റെ അകത്തുള്ള കോട്ട മതിലുകളിൻ്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും എന്നുള്ളത് ഒരു വേറിട്ട സംഭവമാണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹലിലേക്കുള്ള ആ ഒരു കാഴ്ച. അതോടൊപ്പം നമ്മുടെ ഈ ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇതിന് ഏകദേശം ഇതിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ 38 ഹെക്ടർ ആണ്. അതായത് ഏകദേശം ഒരു 94 ഏക്കറിലാണ് നമ്മുടെ ഈ ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ആക്രമണങ്ങൾക്കും വിധേയമായിട്ടുണ്ട് നമ്മുടെ ഈ ആഗ്ര കോട്ട. ഇതിനോടൊപ്പം തന്നെ അക്ബർ ചക്രവർത്തിയുടെ ചെറുമകനായിട്ടുള്ള ഷാജഹാൻ്റെ ഭരണകാലത്താണ് ഈ സ്ഥലം ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് കൈവരിച്ചു വന്നത്. ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്. പക്ഷേ മുത്തച്ഛനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷാജഹാൻ വെളുത്ത മാർബിളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളായിരുന്നു ചെയ്തത്. ഔറംഗസേബ് തൻ്റെ എല്ലാ സഹോദരന്മാരും വിജയിച്ചപ്പോൾ ഷാജഹാനെ ഇതേ കോട്ടയിൽ തടവിലാക്കി എന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ ആഗ്ര ഫോർട്ടിന് ഉണ്ട്. എന്തായാലും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന വലിയൊരു കോട്ട തന്നെയാണ് നമ്മുടെ ഈ ആഗ്ര ഫോർട്ട്. നമ്മൾ ഈ ആഗ്ര ഫോർട്ടിൻ്റെ മുന്നിൽ തന്നെ നമ്മളിങ്ങോട്ട് എത്തിയ സമയത്ത് കണ്ടാണ് ഒരുപാട് ഗൈഡ് ഉണ്ടായിരുന്നു അവിടെ. ഇതിനെക്കുറിച്ചൊക്കെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഓരോ സ്പോട്ടുകൾ അതെന്താണ്, എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചെറിയെന്തോ എമൗണ്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഇതുപോലെ ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കിപ്പം റാഷി നമ്മുടെ ഒപ്പം ഉള്ളതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ അങ്ങനെ ഒരു ഗൈഡിനെ കൂട്ടുവാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടും അതുപോലെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റികൾ, സീക്രട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. എന്തായാലും നമ്മളതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പതിയെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും നല്ല തിരക്കാണ് ഉള്ളിലേക്ക്. ഉച്ചയോടുകൂടി നമ്മൾ ഇറങ്ങി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയത്. അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് വെജ് മാത്രം കഴിച്ച് നമുക്ക് നോൺ വെജ് നമുക്ക് ആഗ്രയിൽ നിന്ന് കിട്ടി. എല്ലാവരും ഹൈദരാബാദി ബിരിയാണിയും അതുപോലെ ചപ്പാത്തിയും സാധനങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ താജ്മഹലിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. അപ്പം അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.